നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നത് ഇത് 8ാം തവണയാണ്. പ്രധാനമന്ത്രി എന്ന കപ്പാസിറ്റിയിൽ ഒരുപക്ഷെ ഒരു രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയധികം സന്ദർശിച്ചിട്ടുള്ളത് UAEയിൽ മാത്രമാവും. ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ UAE സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി മോദി തന്നെയാവും. ഒരു ദിവസത്തെ സന്ദർശനം മാത്രമായിരുന്നു ഇന്നലെ നടത്തിയത്. അവിടെ നിന്ന് മോദി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പറന്നു. എന്നാൽ ഇന്നലെ മോദി UAEയുടെ ആകാശത്തെത്തിയപ്പോൾ UAEയുടെ ഏറ്റവും കരുത്തുള്ള യുദ്ധവിമാനങ്ങളായ F-16 രണ്ടെണ്ണം അയച്ച് അകമ്പടി സേവിച്ചു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അപൂർവമായാണ് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ സ്വീകരിക്കാൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി ആകാശത്ത് തന്നെ നിയോഗിക്കുന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഒന്ന്, പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇറാന് അമേരിക്കയോടും ഇസ്രയേലിനോടും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പക UAEയോടാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒപ്പം തന്നെ വാശിയിലാണ് UAE ഇറാനെ നേരിടേണ്ട കാര്യത്തിൽ. ഏറ്റവും കുറഞ്ഞത് 2500 തവണ ഈ യുദ്ധസമയത്ത് UAE ആക്രമിക്കപ്പെട്ടു. മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ച് UAEയെ തകർക്കാൻ ഇറാൻ നടത്തിയത്രയും ശ്രമം മറ്റൊരു അയൽ രാജ്യത്തോടും ഇറാൻ നടത്തിയില്ല. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു. ചില മിസൈലുകളും ഡ്രോണുകളുമൊക്കെ UAEയുടെ ചില ഭാഗങ്ങളിൽ പതിച്ചെങ്കിലും UAEയുടെ സാധാരണ ജീവിതത്തിന് സാരമായ കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിലാണ് UAE കഴിയുന്നത്. UAE മാത്രമല്ല, സൗദിയും കുവൈറ്റും ബഹ്റൈനും ഖത്തറുമൊക്കെ അമേരിക്കയുടെ സൈനിക സംരക്ഷണത്തിൽ കഴിയുന്ന രാജ്യങ്ങളാണ്. ഈ സംരക്ഷണമില്ലെങ്കിൽ അനായാസം ഇറാനെ ഈ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്താനും അധിനിവേശം നടത്താൻ കഴിയും. എന്നിട്ടും UAEയോട് മാത്രം ഇറാന് കലിപ്പുണ്ടാവാൻ കാര്യം, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും UAE ഇറാൻ്റെ മുമ്പിൽ തയ്യാറാവാറില്ല. ഇറാനേക്കാൾ UAE ഇഷ്ടപ്പെടുന്നത് ഇസ്രായേലിനെയാണ്. അമേരിക്കൻ സൈനിക സംരക്ഷണത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ UAE ആശ്രയിച്ചത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോം അടക്കം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ UAEക്ക് സംരക്ഷണമൊരുക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UAEയിലേക്ക് എത്തുന്നതിനെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് നേരിടുക എന്ന ലക്ഷ്യത്തിലാണ്. റിസ്ക് അല്പം പോലും എടുക്കരുതേ എന്ന ഉത്തരവാദിത്വത്തിലാണ് UAE 2 F-16 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടി സേവിക്കാൻ വിട്ടുകൊടുത്തത്. ഈ യുദ്ധവിമാനങ്ങൾ തന്നെയാണ് ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി UAEക്ക് പോകുന്നത്, UAE ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹിയാൻ 3 മണിക്കൂർ നേരത്തെ സന്ദർശനത്തിന് മാത്രമായി ഇന്ത്യയിലെത്തുന്നത്. ടെലിഫോണിൽ വിളിച്ച് ചോദിക്കാൻ പറ്റാത്ത ഗൗരവമേറിയൊരു വിഷയം പ്രധാനമന്ത്രി മോദിയുടെ അഭിപ്രായം അറിഞ്ഞേ ചെയ്യാൻ കഴിയൂ എന്നതുകൊണ്ടായിരുന്നു ആ വരവ്. ആ വരവിൻ്റെ തുടർച്ചയായിരുന്നു പാകിസ്ഥാന് കൊടുത്തിരുന്ന $3.5 ബില്യൺ അമേരിക്കൻ ലോൺ UAE പാകിസ്ഥാനോട് തിരിച്ചു ചോദിച്ചത്. അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ വലിയ സൗഹൃദമാണെന്ന് ഓർക്കണം. പാകിസ്ഥാനും സൗദിയും തമ്മിൽ സൈനിക സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാറ്റോ രാജ്യങ്ങളുടെ തുല്യമായ പ്രതിരോധ കരാറിലാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള അതിരുവിട്ട് ബന്ധം വളരുന്നത് ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു എന്ന് UAEക്ക് അറിയാം. അവിടെ ഇന്ത്യയുടെ പക്ഷമാണ് UAE എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് പാകിസ്ഥാന് കൊടുത്ത ലോൺ തിരിച്ചു വാങ്ങിയത്. സൗദിയുടെ സഹായത്തോടെയാണ് ആ ലോൺ പാകിസ്ഥാൻ തിരിച്ചടയ്ക്കുന്നത്. അത്ര ഊഷ്മളമായ സൗഹൃദമാണ് ഇന്ത്യയും UAEയും തമ്മിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ വലിയ ട്രേഡിംഗ് പാർട്ണറാണ് UAE എങ്കിൽ UAEയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ഇന്ത്യയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ തുടരുകയാണ്. ഇപ്പോഴിത് ഏതാണ്ട് $5 ബില്യൺ അമേരിക്കൻ പുതിയ സാമ്പത്തിക കരാറിൽ കൂടി ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായൊരു സമയമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം ഹോർമൂസ് കടലെടുക്ക് കടത്തി ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതകങ്ങളും കൊണ്ടുവരാൻ പ്രയാസമുണ്ട്. ഏതാണ്ട് 85% ഇന്ത്യയുടെ എണ്ണ ആവശ്യങ്ങളും ഇറക്കുമതിയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ്. ഇവിടെയാണ് UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രതിസന്ധിയിൽ സഹായിക്കാൻ UAEയും UAEയെ സഹായിക്കാൻ ഇന്ത്യയും ഒരുങ്ങുന്നത്. UAEയിലെ ജനസംഖ്യയിൽ 35% ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. UAEയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധമാണ്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നത് തന്നെയാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. UAEയിലും സൗദിയിലുമൊക്കെ തമ്പടിച്ചിരിക്കുന്ന ചില മലയാളികൾ അവർ മോദി വിരുദ്ധരാണ്. അവർ മോദിയെ ചാണകത്തലയൻ എന്ന് വിളിക്കും. പക്ഷേ UAEയുടെ പ്രസിഡന്റ് നഹിയാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനും മോദിയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പോവും, കാണും, കെട്ടിപ്പിടിക്കും, സുരക്ഷയൊരുക്കും,
സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും. ലോക രാജ്യങ്ങൾക്ക് അത്ഭുതമാണ്, മാതൃകയാണ് UAE പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് എഴുതിയതുകൂടി കേൾക്കുക. ലോകം മുഴുവൻ ബദ്ധവൈരികളായി കാണുന്ന രണ്ട് വമ്പൻ രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനെ സഹായിക്കുന്നുവെന്ന് അമേരിക്ക കരുതുന്ന ചൈനയിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തി. തൻ്റെ സന്ദർശനം വലിയ വിജയമാകും എന്ന് കരുതി ഇലോൺ മസ്ക് അടക്കമുള്ള വമ്പൻ ബിസിനസ് പടയെ കൂട്ടിയെത്തിയ ട്രംപ് ഇറാൻ വിഷയത്തിൽ ചൈനയിൽ നിന്നും ഒരു ഉറപ്പും കിട്ടാതെ നിരാശനായി മടങ്ങി എന്നാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ വിലയിരുത്തിയത്. അതേ ദിനം മറ്റ് രണ്ട് ലോക നേതാക്കൾ കണ്ടുമുട്ടിയതാണ് ഇപ്പോൾ വാർത്ത. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് നഹ്യാനും തമ്മിലെ കൂടിക്കാഴ്ചയും കരാറുകളും വൻ ശക്തികളെ വരെ അമ്പരപ്പിക്കുന്നു എന്നാണ് വാർത്തകൾ. ഇന്ത്യ UAE ബന്ധത്തിൽ പുതിയ ചരിത്രം കുറിച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാണ് തലക്കെട്ടുകൾ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ നടന്ന ഈ സന്ദർശനം കേവലം ഒരു നയതന്ത്ര സന്ദർശനത്തിനപ്പുറം ഇന്ത്യയുടെ ഊർജ്ജ പ്രതിരോധ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്നതിനും നിർണായകമായ ഒന്നായി മാറി. അബുദാബിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനമായ എയർ ഇന്ത്യ 1 UAE വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ രാജ്യം അദ്ദേഹത്തിന് നൽകിയത് സമാനതകളില്ലാത്ത ആദരവാണ്. UAE വ്യോമസേനയുടെ അതിവേഗ പോർവിമാനങ്ങളായ F-16 മോദിയുടെ വിമാനത്തിന് അകമ്പടിയാക്കി അബുദാബിയിലേക്ക് അനയിച്ചു. ഒരു രാഷ്ട്രത്തലവന് നൽകാവുന്ന ഏറ്റവും ഉയർന്ന നയതന്ത്ര ബഹുമതികളിൽ ഒന്നാണിത്. അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകി. UAE തനിക്ക് രണ്ടാം വീട് പോലെയാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി UAE വ്യോമസേന നൽകിയ ആകാശ അകമ്പടി ഇന്ത്യൻ ജനതയ്ക്ക് ലഭിച്ച വലിയൊരു ബഹുമതിയാണെന്ന് പറഞ്ഞ് നന്ദി അറിയിച്ചു. ഒരൊറ്റ ദിവസത്തെ സന്ദർശനത്തിൽ ഒന്നും രണ്ടുമല്ല $5 ബില്യൺ വമ്പൻ നിക്ഷേപങ്ങളും സുപ്രധാന കരാറുകളുമാണ് ഇന്ത്യ നേടിയത്. ഈ സന്ദർശന വേളയിൽ സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും കരാറുകളും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. പ്രധാനമായും $5 ബില്യൺ ഏകദേശം 41,000 കോടിയിലധികം രൂപ വമ്പൻ നിക്ഷേപ പ്രഖ്യാപനമാണ് UAE നടത്തിയത്. അതിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ UAEയിലെ പ്രമുഖ ബാങ്കായ എമിറേറ്റ്സ് NBD ഇന്ത്യയിലെ RBL ബാങ്കിൽ $3 ബില്യൺ നിക്ഷേപം നടത്തും. അതേപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഇന്ത്യയുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുമായി സഹകരിച്ച് $1 ബില്യൺ നിക്ഷേപിക്കും. തീർന്നില്ല, ഇനിയുമുണ്ട് നിക്ഷേപങ്ങൾ. ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി സാമൻ ക്യാപിറ്റൽ $1 ബില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ചു. ഇത്രയുമാണ് നിക്ഷേപങ്ങൾ. ഇതുകൂടാതെ ഏറ്റവും പ്രാധാന്യമേറിയ ഊർജ്ജ സുരക്ഷാ കരാറുകൾ കൂടി ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇറാൻ പ്രതിസന്ധി കാരണം ഇന്ത്യ നേരിടുന്ന ഇന്ധന പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഇത് മതിയാകും. അറേബ്യൻ എണ്ണ വിൽപ്പന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക് വിട്ടിറങ്ങിയ UAEയെ ഇന്ത്യ ഒപ്പം കൂട്ടുന്നു എന്ന് സാരം. ഇതിലേറ്റവും തന്ത്രപ്രധാനമായത് ഇനി മുതൽ അവർ അവരുടെ എണ്ണശേഖരം ഇന്ത്യയിൽ സൂക്ഷിക്കുമെന്നതാണ്. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എണ്ണശേഖര ശേഷി 30 ദശലക്ഷം ബാരലായി ഉയർത്തും. കൂടാതെ ഇന്ത്യയിൽ തന്ത്രപ്രധാന ഗ്യാസ് സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ഒപ്പം LPG വിതരണത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അഡ്നോക്കും തമ്മിൽ ദീർഘകാല LPG വിതരണ കരാറിലും ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയിലെ പാചകവാത ലഭ്യത ഉറപ്പാക്കും. കഴിഞ്ഞില്ല, അടുത്തതായി പ്രതിരോധ രംഗത്തും ടെക്നോളജി രംഗത്തും കൂടി സഹകരണം ഉറപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ചട്ടക്കൂട് ഇന്നലെ ഒപ്പുവെച്ചു. ഇതിൽ പ്രതിരോധ സാങ്കേതികവിദ്യ, സൈനിക പരിശീലനം, സൈബർ പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഇനി UAEയുടെ സുരക്ഷ ഇന്ത്യ നോക്കും എന്നർത്ഥം. ഇറാൻ ആക്രമിച്ചപ്പോൾ ഓടിത്തള്ളിയ യാങ്കികളെ പോലെയല്ല എന്ന് UAE തിരിച്ചറിഞ്ഞു എന്നർത്ഥം. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഗുജറാത്തിലെ വാടനാറിൽ ഒരു കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി ക്ലസ്റ്റർ സ്ഥാപിക്കാൻ കൂടി ധാരണയായി. എവിടുന്നോ അദാനി എന്നൊരു കരച്ചിൽ കേൾക്കുന്നു. അവസാനമായി ഇന്ത്യയിലെ സിഡാക്കും UAEയിലെ G42 കമ്പനിയും ചേർന്ന് 8 എക്സോഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനുള്ള കരാറിലും ഒപ്പുവെച്ചു. എങ്ങനുണ്ട്? ഒരൊറ്റ പകലുകൊണ്ട് മോദി രാജ്യത്തിന് നേടിത്തന്ന വമ്പൻ കരാറുകളാണ് ഇതെല്ലാം. എല്ലാം തീർത്ത് രാത്രി തൻ്റെ യൂറോപ്യൻ സന്ദർശനത്തിനായി മോദി നെതർലൻഡ്സിലേക്ക് പറന്നു.